കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിലെ മനുഷ്യവർഗത്തിൽപ്പെട്ട ധാരാളം പേരിൽ ഒരു വിഷയമാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം. അപ്പോൾ രാത്രിയിൽ ചിലർ പഴങ്ങൾ കഴിക്കുന്നു, ഫ്രൂട്ട്സ് കഴിക്കുന്നു, അല്ലെങ്കിൽ എത്രയോ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് ചില ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എൻസൈംസ് ഒക്കെ കഴിക്കുന്നുണ്ട്. പല വിഭാഗത്തിലുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ്, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, അങ്ങനെ പ്രതിവിധികൾ ഒരുപാടുണ്ട്. എന്നിട്ട് പോലും ഒരുപാട് മനുഷ്യരിൽ, ധാരാളം പേരിൽ ഈ കോൺസ്റ്റിപ്പേഷൻ ഒരു വിഷയമാണ്, മലബന്ധം. തീർച്ചയായിട്ടും നല്ല ഡോക്ടേഴ്സിൻ്റെ സേവനം നിങ്ങൾ തേടണം. നല്ലൊരു ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ഫിസീഷ്യൻ ഹെൽപ്പ് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. അത് ഏത് വിഭാഗത്തിൽ ഉള്ള ഡോക്ടേഴ്സ് ആണെങ്കിലും, ഏത് സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിക്കൽ ഹെൽപ്പ് എടുക്കാം. പക്ഷേ എന്നിട്ട് പോലും മിക്കവരിലും മിക്ക ദിവസങ്ങളിലും വിഷയമാണ് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം. മനുഷ്യ ജീവിതത്തിൽ, ഭൂമി ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ് ശരിക്കും എല്ലാ ദിവസവും രാവിലെ വയറൊഴിയുക എന്നുള്ളത്. ഇല്ലെങ്കിൽ അന്നേ ദിവസം അടുത്ത ദിവസമൊക്കെ ഭയങ്കര അസ്വസ്ഥതയാണ്. അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ വൈകൃതങ്ങൾ കാണാൻ സാധിക്കും. എന്തായാലും കോൺസ്റ്റിപ്പേഷൻ നമുക്ക് മാറ്റാം. ഒരു മരുന്നും ഇല്ലാതെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തോളൂ. അത് നിങ്ങൾ സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഞാൻ അതിൽ ഒന്നും പറയുന്നില്ല, പറയാനില്ല. അതൊക്കെ വേണം, ചെയ്തോളൂ. എന്ത് പ്രതിവിധി നിങ്ങൾ നേടിക്കോളൂ. പക്ഷേ എൻ്റെ സിസ്റ്റത്തിൽ, ഞാൻ സൈക്കോളജിസ്റ്റ് ആണല്ലോ, എൻ്റെ സിസ്റ്റത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള, എപ്പോഴും നമ്മൾ ജീവിതത്തിൽ കടന്നുപോയ കാര്യങ്ങൾ എപ്പോഴും പാസ്റ്റ് ഹോൾഡ് ചെയ്യുക. പറഞ്ഞു പോവുക മാത്രമല്ല, നിങ്ങളത് ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചില കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകത്തില്ല, പക്ഷെ നമുക്കത് കണ്ടെത്താം. എന്ന് മുതലാണ് ഈ കോൺസ്റ്റിപ്പേഷന് കാരണമായിട്ടുള്ള ചിന്ത, ഇമോഷണൽ സ്റ്റേറ്റ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായത്? എന്തുകൊണ്ട് നിങ്ങളിപ്പോഴും ആ ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു അനുഭവം നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ മനസ്സിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്നത് മറ്റൊരു റീസണാണ്. അപ്പോൾ ഏതൊരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കും അസ്വസ്ഥതകൾക്കും സത്യത്തിൽ മനസ്സ് ഒരു കാരണം ഉണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല, എങ്കിലും ധാരാളമായിട്ടും 70% മുകളിലും മനസ്സിൽ മാറ്റം കൊണ്ടുവന്നാൽ നിങ്ങൾ എടുക്കുന്ന ചികിത്സകൾക്ക് പെട്ടെന്ന് ഗുണം കിട്ടും. ചികിത്സകൾ വേണമല്ലോ, സയൻറ്റിഫിക്കായിട്ട് നമ്മൾ എന്ത് അസുഖത്തിനും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പക്ഷേ അത് പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ, എന്നാൽ എത്രയോ പേര് എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും റിസൾട്ട് വരുന്നില്ലല്ലോ. എൻ്റെ അടുത്ത് വരും. സൈക്കോസൊമാറ്റിക് ഇൽനെസ്, മനോജന്യ രോഗങ്ങൾ ആണ് മിക്കവയും. നിങ്ങളുടെ മനസ്സ് മാറുമ്പോൾ അത് വെറുതെ ഒരു സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ ആങ്സൈറ്റി ആണ്, അങ്ങനെ ജനറലൈസ് ചെയ്യരുത്. അങ്ങനെയല്ല. ഓരോ വ്യക്തികൾക്കും അതിന് അനുയോജ്യമായ, നിങ്ങൾ അനുഭവിക്കുന്ന എത്തരം ശാരീരിക അസ്വസ്ഥതയാണെങ്കിലും അസുഖമാണെങ്കിലും അതിന് കറക്റ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അത് നമ്മൾ കണ്ടെത്തണം. അത് നിങ്ങൾ ഒറ്റയ്ക്ക് കണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതിനുള്ള സിസ്റ്റംസ് ഉണ്ട്, നമുക്ക് കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ട്. വളരെ സിമ്പിളാണ്, സേഫാണ്. മെഡിസിൻസ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് ഔഷധരഹിതമല്ലേ. തീർച്ചയായിട്ടും എന്നെ സമീപിക്കാം. ഉദര സംബന്ധമായിട്ടുള്ള എത്ര അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏത് രോഗാവസ്ഥകൾക്കും എന്തായാലും ഞാൻ സേഫ് അല്ലേ. എൻ്റെ വിഭാഗം വളരെ സുരക്ഷിതമല്ലേ, 100% ഔഷധരഹിതമല്ലേ. ഒരു മരുന്നും ഇല്ലല്ലോ, ഒരു ചാൻസ് എടുക്കാമല്ലോ. എന്തായാലും നിങ്ങളുടെ മനസ്സിന് ഗുണമല്ലേ കിട്ടത്തുള്ളൂ, ആശ്വാസമല്ലേ ലഭിക്കത്തുള്ളൂ. എന്തായാലും പോസിറ്റീവ് അല്ലേ വരിക.
മെഡിറ്റന ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കൊല്ലായത്തിൽ. എനിക്ക് സ്വന്തമായിട്ടും മുഖത്തലയിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ് എല്ലാം ഉണ്ട്. വന്ന് എൻ്റെ സേവനം എടുക്കൂ, ഒരു ചാൻസ് എടുക്കൂ. അല്ല വെറുതെ ജനറലൈസ്ഡ് ആയിട്ട് ഇത് സ്ട്രെസ്സാണ്, ഇത് പിരിമുറുക്കം കൊണ്ടുള്ളതാണ്, അല്ലെ ഉത്കണ്ഠയെന്ന് ജനറലൈസ് ചെയ്യരുത്. അങ്ങനെയല്ല, ഓരോ വ്യക്തികൾക്ക് അതിൻ്റെ റീസൺസ് ഉണ്ടാവും. അത് നമുക്ക് കണ്ടെത്താം സിമ്പിളായിട്ട്. അത് നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം, നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും. നിങ്ങളുടെ ശരീരത്തിൻ്റെ അസുഖങ്ങൾക്ക് വളരെ പെട്ടെന്ന് പ്രതിവിധികൾ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. മനസ്സ് നമ്മുടെ ശരീരവുമായിട്ട് വളരെയധികം കണക്റ്റഡാണ്, ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കണം, അതോടൊപ്പം എന്നെയും കാണും. വരൂ, വെൽക്കം. സേഫ് അല്ലേ? വരിക.